ഹലോ ഗായ്സ്, ഏവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപൂർവമായ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പുകളെ പരിചയപ്പെടുത്തുന്ന നമ്മുടെ വീഡിയോയുടെ രണ്ടാം ഭാഗമാണിത്. ആദ്യ ഭാഗത്തിന് തുടർച്ചയായി ഏകദേശം 50 വർഷത്തോളം പഴക്കമുള്ള ചരിത്ര പ്രാധാന്യമുള്ള പുതിയ കുറച്ച് സ്റ്റാമ്പുകളെ കൂടി ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുകയാണ്. ഭാരതത്തിന്റെ കാർഷിക പുരോഗതിയും സാമൂഹിക സന്ദേശങ്ങളും ഈ ചെറിയ മുദ്രകളിൽ എങ്ങനെ മനോഹരമായി അടയാളപ്പെടുത്തിയിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. കൗതുകകരമായ ഈ വിവരങ്ങൾ അറിയാൻ വീഡിയോ മുഴുവനായി കാണുക. വിപ്ലവ സ്മരണിക സ്റ്റാമ്പ്. ഇന്ത്യയുടെ പട്ടിണി മാറ്റിയ പോരാട്ടത്തിന്റെ ചരിത്രരേഖയാണ് 1966 പുറത്തിറങ്ങിയ ഈ 15 പൈസ സ്റ്റാമ്പ്. രാജ്യം നേരിട്ട ഭക്ഷ്യക്ഷാമം പരിഹരിച്ച് ഗോതമ്പ് ഉൽപാദനത്തിൽ നേടിയ വൻ മുന്നേറ്റം അടയാളപ്പെടുത്താനാണ് ഇതിൽ കർഷകനെയും ഗോതമ്പ് കതിരുകളെയും ചിത്രീകരിച്ചത്. ഇറക്കുമതി ചെയ്ത മെക്സിക്കൻ വിത്തുകൾ നമ്മുടെ മണ്ണിൽ വിളയിച്ച വിപ്ലവം ലോകത്തെ അറിയിക്കാനാണ് ഈ ചിത്രം തന്നെ തിരഞ്ഞെടുത്തത്. പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ ജയ് ജവാൻ ജയ് കിസാൻ എന്ന ആവേശകരമായ മുദ്രാവാക്യത്തിന്റെ പ്രതിഫലനം കൂടിയാണിത്. ഭാരതം കാർഷിക സ്വയംപര്യാപ്തത നേടിയതിന്റെ അടയാളമായ ഇത് ഇന്ത്യൻ തപാൽ ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലായിരുന്നു. ഇന്ത്യൻ പരുത്തി സ്റ്റാമ്പ്. ഭാരതത്തിന്റെ കാർഷിക വൈവിധ്യത്തെ ആദരിച്ചുകൊണ്ട് 1980 പുറത്തിറക്കിയ മനോഹരമായ തപാൽ മുദ്രയാണിത്. ലോകത്തിലെ ഏറ്റവും വലിയ പരുത്തി ഉൽപാദകരിലൊന്നായ ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറയെയും തുണിത്തര പാരമ്പര്യത്തെയും അടയാളപ്പെടുത്താനാണ് ഈ ചിത്രം തിരഞ്ഞെടുത്തത്. ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 100 എന്ന അക്കം അന്നത്തെ വിനിമയ മൂല്യമായ 1 രൂപയെ സൂചിപ്പിക്കുന്നു. പച്ച നിറത്തിൽ പരുത്തിച്ചെടിയുടെ രൂപഭംഗി തെളിയുന്ന ഈ സ്റ്റാമ്പിൽ രാജ്യത്തിന്റെ പേര് ഹിന്ദിയിലും ഇംഗ്ലീഷിലും വ്യക്തമായി നൽകിയിട്ടുണ്ട്. ചരിത്രവും മണ്ണിന്റെ സമൃദ്ധിയും വിളിച്ചോതുന്ന ഈ ചെറിയ ചിത്രം ഏതൊരു ശേഖരണത്തിലും വേറിട്ടു നിൽക്കുന്ന ഒരു അമൂല്യ നിധിയാണ്. കൃഷിയിലെ വിപ്ലവം. ഭാരതീയ തപാൽ വകുപ്പ് 1985 6ാം പരമ്പരയുടെ ഭാഗമായി പുറത്തിറക്കിയ 25 പൈസ വിലയുള്ള സ്റ്റാമ്പാണിത്. ഇതിൽ രാജ്യത്തിന്റെ പേര് ഹിന്ദിയിലും ഇംഗ്ലീഷിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ വിജയവും കാർഷിക രംഗത്തെ ആധുനികവൽക്കരണവും സൂചിപ്പിക്കുന്നതിനാൽ ഇതിനെ പൊതുവെ ട്രാക്ടർ സ്റ്റാമ്പ് എന്നും വിളിക്കാറുണ്ട്. സാധാരണക്കാർക്ക് ഉപകാരപ്പെടും വിധം തപാൽ സേവനങ്ങൾക്കായി വ്യാപകമായി ഉപയോഗിച്ചിരുന്ന ഈ സ്റ്റാമ്പ് ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടിയ കാലഘട്ടത്തിന്റെ ഓർമ്മപ്പെടുത്തലായി ഇന്നും ചരിത്രത്തിൽ ഇടം പിടിക്കുന്നു. കുടുംബക്ഷേമ സന്ദേശ സ്റ്റാമ്പ്. ഭാരതത്തിന്റെ ജനസംഖ്യ ആസൂത്രണ സന്ദേശം ജനങ്ങളിൽ എത്തിക്കുന്നതിനായി 1976 പുറത്തിറക്കിയ ചരിത്രപ്രധാനമായ ഒരു തപാൽ മുദ്രയാണിത്. ചെറിയ കുടുംബം സുഖകരമായ കുടുംബം എന്ന സാമൂഹിക സന്ദേശം ലളിതമായി അവതരിപ്പിക്കാനാണ് ഇതിൽ അച്ഛനും അമ്മയും കുട്ടിയുമടങ്ങുന്ന ചിത്രം തിരഞ്ഞെടുത്തത്. സ്റ്റാമ്പിൽ മുകളിലായി നൽകിയിരിക്കുന്ന 75 എന്ന അക്കം അന്നത്തെ വിനിമയ മൂല്യമായ 75 പൈസയെ സൂചിപ്പിക്കുന്നു. ഇളം നിറങ്ങൾ സമ്മേളിക്കുന്ന ഈ സ്റ്റാമ്പിൽ ഹിന്ദിയിലും ഇംഗ്ലീഷിലും സന്ദേശത്തോടൊപ്പം രാജ്യത്തിന്റെ പേരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ജനതയുടെ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾക്കായി രാജ്യം നടത്തിയ വലിയൊരു ബോധവൽക്കരണ പ്രവർത്തനത്തിന്റെ മനോഹരമായ സാക്ഷ്യപത്രമാണിത്. ഇന്ത്യൻ കൈത്തറി പാരമ്പര്യ സ്റ്റാമ്പ്. ഭാരതത്തിന്റെ അഭിമാനമായ കൈത്തറി വ്യവസായത്തെയും നെയ്ത്തുകാരുടെ നൈപുണ്യത്തെയും ആദരിച്ചുകൊണ്ട് 1980 പുറത്തിറക്കിയ വിശിഷ്ടമായ തപാൽ മുദ്രയാണിത്. രാജ്യത്തിന്റെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ നിർണായക പങ്കുവഹിക്കുന്ന പരമ്പരാഗത നെയ്ത്തുരീതികളെ ലോകത്തിന് പരിചയപ്പെടുത്താനാണ് ഇതിൽ തറയിൽ ജോലി ചെയ്യുന്ന നെയ്ത്തുകാരന്റെ ചിത്രം തിരഞ്ഞെടുത്തത്. ഇതിന്റെ ഇടതുവശത്ത് താഴെയായി നൽകിയിരിക്കുന്ന 200 എന്ന അക്കം അന്നത്തെ വിനിമയ മൂല്യമായ 2 രൂപയെ സൂചിപ്പിക്കുന്നു. തവിട്ടു നിറത്തിലുള്ള ഈ സ്റ്റാമ്പിൽ ഇന്ത്യയുടെ പേര് ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട്. ഓരോ നൂലിലും കോർത്തുവെച്ച ഭാരതീയ കലയുടെയും അധ്വാനത്തിന്റെയും കഥ പറയുന്ന ഈ ചിത്രം ചരിത്രപരമായ ഒരു വലിയ സ്മരണികയാണ്. ജലസേചന വികസന സ്റ്റാമ്പ്. ഭാരതത്തിന്റെ കാർഷിക മേഖലയിലെ ജലസേചന പുരോഗതിയെ അടയാളപ്പെടുത്തിക്കൊണ്ട് 1974 പുറത്തിറക്കിയ തപാൽ മുദ്രയാണിത്. കൃഷിഭൂമിയിലേക്ക് വെള്ളമെത്തിക്കുന്ന ആധുനിക പമ്പ് സെറ്റുകളുടെയും കനാലുകളുടെയും പ്രാധാന്യം ജനങ്ങളെ അറിയിക്കാനാണ് ഇതിൽ മോട്ടോർ പമ്പ് ഉപയോഗിച്ച് കൃഷിയിടത്തിലേക്ക് വെള്ളമൊഴുകുന്ന ചിത്രം തിരഞ്ഞെടുത്തത്. സ്റ്റാമ്പിൽ വലതുവശത്ത് താഴെയായി നൽകിയിരിക്കുന്ന 10 എന്ന അക്കം അന്നത്തെ വിനിമയ മൂല്യമായ 10 പൈസയെ സൂചിപ്പിക്കുന്നു. പച്ച നിറത്തിലുള്ള ഈ സ്റ്റാമ്പിൽ രാജ്യത്തിന്റെ പേര് ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട്. കാർഷിക സ്വയംപര്യാപ്തതയ്ക്കായി രാജ്യം നടപ്പിലാക്കിയ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഒരു ചരിത്രരേഖയാണിത്. ദേശീയ ഫല സമൃദ്ധി സ്റ്റാമ്പ്. ഭാരതത്തിന്റെ ദേശീയ ഫലമായ മാമ്പഴത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നതിനായി 1978 പുറത്തിറക്കിയ തപാൽ മുദ്രയാണിത്. രാജ്യത്തെ ഫലവർഗ്ഗങ്ങളുടെ വൈവിധ്യത്തെയും കാർഷിക സമ്പത്തിനെയും ആദരിക്കാനാണ് ഇതിൽ മാമ്പഴങ്ങളുടെ ചിത്രം തിരഞ്ഞെടുത്തത്. ഇതിന്റെ ഇടതുവശത്ത് മുകളിലായി നൽകിയിരിക്കുന്ന 50p എന്ന അക്കം അന്നത്തെ വിനിമയ മൂല്യമായ 50 പൈസയെ സൂചിപ്പിക്കുന്നു. പച്ച നിറത്തിലുള്ള ഈ സ്റ്റാമ്പിൽ ഹിന്ദിയിലും ഇംഗ്ലീഷിലും മാമ്പഴത്തിന്റെ പേരും രാജ്യത്തിന്റെ പേരും എഴുതിയിട്ടുണ്ട്. ഇന്ത്യയുടെ തനതായ പ്രകൃതി സമ്പത്തിനെയും മധുരമേറിയ കാർഷിക പാരമ്പര്യത്തെയും അടയാളപ്പെടുത്തുന്ന ഒരു ചരിത്രരേഖയാണിത്. കൃഷിയിലെ വിപ്ലവം. ഭാരതീയ തപാൽ വകുപ്പ് 1979 6ാം ഡെഫിനിറ്റീവ് പരമ്പരയുടെ ഭാഗമായി പുറത്തിറക്കിയ 60 പൈസ വിലയുള്ള സ്റ്റാമ്പാണിത്. ഇതിൽ രാജ്യത്തിന്റെ പേര് ഹിന്ദിയിലും ഇംഗ്ലീഷിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാർഷിക രാജ്യമായ ഇന്ത്യയുടെ ആത്മാവ് കർഷകരാണെന്ന് വിളിച്ചോതുന്ന തരത്തിൽ
പാടത്ത് പണിയെടുക്കുന്ന കർഷകരുടെ ചിത്രമാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. 1970-കളിൽ ഇന്ത്യ കൈവരിച്ച കാർഷിക മുന്നേറ്റത്തെയും സാധാരണക്കാരായ കർഷകരുടെ കഠിനാധ്വാനത്തെയും ആദരിക്കാനാണ് ഈ ചിത്രം സ്റ്റാമ്പിൽ ഉൾപ്പെടുത്തിയത്. അക്കാലത്ത് സാധാരണ തപാൽ കവറുകൾ അയക്കാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന ഈ സ്റ്റാമ്പ് ഇന്ത്യയുടെ ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയുടെയും പാരമ്പര്യത്തിന്റെയും കരുത്തുറ്റ അടയാളമായി ഇന്നും ചരിത്രത്തിൽ നിലകൊള്ളുന്നു. ഭാരതത്തിന്റെ ചരിത്രം തുടിക്കുന്ന ഈ അപൂർവ സ്റ്റാമ്പുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. ഇതിന്റെ തുടർച്ചയായി പുതിയ വിവരങ്ങളുമായി നമ്മുടെ വീഡിയോയുടെ 3-ാം ഭാഗം കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്താൻ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുമല്ലോ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.